പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവാണ് എന്ന ഈ ഒരു ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഈശോ നമുക്ക് വഴികൾ ഒരുക്കി തരുന്നു. ഓരോ തവണ നമ്മൾ വചനം വായിക്കുമ്പോഴും ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുമ്പോഴും ഈശോയുടെ സ്നേഹം നമ്മിലേക്ക് നിറയുകയാണ്. ആ സ്നേഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നമ്മളെ ശക്തിപ്പെടുത്തുന്നതും. നമ്മൾ ഇത് കർത്താവാണ്, ഇറ്റ് ഇസ് ലോഡ് എന്നീ എപ്പിസോഡുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാൻ സഹായിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാം. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലൊക്കെ ഈ ആഴ്ചകളിലൊക്കെ കടന്നു പോകുന്നത്. ഈശോയുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് പരസ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജീവിതമായിട്ടൊക്കെ വളരെയധികം ബന്ധമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഈ പ്രലോഭനങ്ങളില്ലാത്ത ജീവിതമില്ല അല്ലേ? ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രലോഭനങ്ങൾ വരും. എനിക്കും വരും, നിങ്ങൾക്കും വരും. ചിലതിൻ്റെ മുമ്പിൽ നമ്മൾ വീണു പോകും, ചിലതിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കും, ചിലതിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഇതെന്താ മാറാത്തതെന്നൊക്കെ വിചാരിക്കും. ചിലതിൻ്റെ മുമ്പിൽ നമ്മൾ ഓക്കെ ഐ എം റെഡി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആ പാപത്തിലേക്കൊക്കെ നമ്മൾ വീണു പോകും. പക്ഷേ എല്ലാ പാപങ്ങളെയും, പ്രത്യേകിച്ച് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ ഒരു വിളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു യുദ്ധ മുന്നണിയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. സുവിശേഷം നമ്മൾ സ്വീകരിച്ച് തുടങ്ങുന്ന സമയം മുതൽ, ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുന്ന സമയം മുതൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവരാജ്യത്തിൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്, തിന്മയുടെ രാജ്യം, പിശാചിൻ്റെ സൈന്യം. അത് നമുക്കെതിരെ കഠിനമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളപ്പോൾ അത്രയും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടെന്നും, ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ അപ്പുറത്ത് ദൈവരാജ്യത്തിനെതിരായ ഒരു രാജ്യം ഉണ്ടെന്നും, ആ രാജ്യത്തിൻ്റെ പടയാളികൾ, ശത്രുക്കൾ, തിന്മ, പിശാച് ആക്റ്റീവായിട്ട്, പത്രോസ്ലിയുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്നൊക്കെ നോക്കി കുറേ പടയാളികൾ ഇതിലേക്ക് നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും. നമ്മൾ യുദ്ധസന്നദ്ധരായിരിക്കണം. പ്രലോഭനങ്ങളുടെ മുമ്പിൽ വീണ് പോകാതെ പിടിച്ചു നിൽക്കാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് വേണ്ട ഏറ്റവും വലിയ സഹായമാണ് ഈ പ്രലോഭനത്തെ അതിജീവിച്ച, ചെറുത്ത, അതിനെ തോൽപ്പിച്ചോടിച്ച ഈശോയെ നമ്മൾ മാതൃകയാക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ വിശുദ്ധിയിലൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയെ, ആ തിന്മയ്ക്കെതിരെ ഈശോ എങ്ങനെ പോരാടി, എങ്ങനെ അതിനെ അതിജീവിച്ചു എന്ന് നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരുഭൂമിയിലെ പരീക്ഷ, ലൂക്ക 4, മത്തായി 4, ഈ അധ്യായങ്ങളിൽ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ ഇത് കാണുന്നുണ്ട്. ഈശോയ്ക്ക് മരുഭൂമിയിൽ വെച്ചുണ്ടാകുന്ന പരീക്ഷണം. ജോർദാനിൽ നിന്ന് നേരെ ഈശോ നയിക്കപ്പെടുന്നത് എങ്ങോട്ടാണ്? മരുഭൂമിയിലേക്കാണ്. അവിടെ ഒരു 40 ദിവസത്തെ പ്രാർത്ഥനയും ഒരുക്കവും ഉപവാസവും ഒക്കെ കഴിയുമ്പോൾ ഈശോയ്ക്ക് വിശന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പ്രലോഭകൻ വരിക, 2-3 പ്രലോഭനങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ചിട്ടുണ്ട്. നമുക്കും ചിന്തിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ മാമോദീസ സ്വീകരിച്ച് ഈ മരുഭൂമിയിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഈ ജീവിതമാകുന്ന മരുഭൂമിയിൽ യാത്രയാണ് അല്ലേ ജീവിതം. ഇതിൻ്റെ അറ്റം എന്താണ് അറിയില്ല, എപ്പോൾ വെള്ളം കിട്ടും അറിയില്ല, എപ്പോൾ ഉത്തരം കിട്ടും അറിയില്ല, മുമ്പിലിരിക്കുന്ന അപകടങ്ങളാണോ അതോ വലിയ നിധികളാണോ, ഒന്നും ഒരു പിടിയൊന്നുമില്ല. നമ്മൾ വി വാക്ക് ഫോർവേഡ് അല്ലേ, നമ്മൾ മുമ്പോട്ട് നടക്കാൻ. ഈ യാത്രക്കിടയ്ക്ക് നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യങ്ങളൊന്നാണ് പ്രലോഭനങ്ങൾ. ഈശോയ്ക്ക് ആ പ്രലോഭനങ്ങൾ വന്നു, ഈശോ അതിനെല്ലാം ചെറുത്തു. അതിനെ ചെറുക്കാൻ അത്ര വലിയ ശക്തമായ ആയുധങ്ങൾ ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ 40 ദിവസത്തെ ഒരുക്കത്തിൽ, ആ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ, ജോർദാനിൽ കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മാത്രമല്ല, ഈ 40 ദിവസത്തെ പ്രാർത്ഥനയിലും ഒരുക്കത്തിലും ഈശോയിലേക്ക് നിറഞ്ഞ ഒരു സ്പിരിച്വൽ പവറുണ്ട്, ഒരു ആത്മീയ ശക്തിയുണ്ട്. ആ ആത്മീയ ശക്തിയിൽ ഈശോയുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ടായിരുന്നു. ആ ആയുധങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈശോയ്ക്ക് തിന്മയെ ചെറുക്കാൻ പറ്റിയത്. ഞാനും നിങ്ങളും വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കെതിരെ പോരാടുന്ന ഈ തിന്മയുടെ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന, ഈശോയുടെ കയ്യിലുണ്ടായിരുന്ന അതേ ആയുധങ്ങളും നമ്മുടെ കയ്യിലും വേണം. ആ ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു തരും. ആരാന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ. നിങ്ങളിത് കേൾക്കുമ്പോൾ, ഈ വചനം കേട്ട് വായിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ പഠിക്കുന്ന കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മളായിരിക്കുന്ന രാജ്യങ്ങളിൽ എല്ലായിടത്തും തിന്മയുടെ ശക്തികൾ ആക്റ്റീവാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ചിലപ്പോൾ പള്ളിയിലിരിക്കുമ്പോൾ ഒക്കെ ആവുന്നു, പക്ഷെ പള്ളിയിലിരുന്നിട്ട് പോലും പ്രലോഭനങ്ങൾ വരുന്ന ആളുകളില്ലേ? നമ്മൾ എല്ലാ സമയത്തും യുദ്ധത്തിലാണ്. പിശാച് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ലൂക്കാ സുവിശേഷത്തിൽ ഈശോയുടെ ഈ പ്രലോഭനത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പിശാച് അവനെ വിട്ടുപോയി, തൽക്കാലത്തേക്ക് നല്ലൊരു അവസരം നോക്കി അവൻ പിന്നെയും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളൊന്ന് കുമ്പസാരിച്ചു,
നമ്മളൊരു ധ്യാനമൊക്കെ കൂടി, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സാത്താൻ ചമ്മിപ്പോയി മാറി നിൽക്കുമെന്നല്ല, അവൻ മറ്റൊരവസരം നോക്കി അവൻ കാത്തിരിക്കുകയാണ്, എപ്പോൾ അടുത്ത അടി തരാമെന്ന് വിചാരിച്ചുകൊണ്ട്. സോ അവൻ അത്ര ആക്റ്റീവ് ആയതുകൊണ്ട്, അത്ര ശ്രദ്ധയോടുകൂടി അവൻ നിൽക്കുന്നത് കൊണ്ട്, നമ്മൾ അതിനേക്കാൾ ശ്രദ്ധയോടുകൂടി അതിനേക്കാൾ ആക്റ്റീവായിട്ട് തിന്മയ്ക്കെതിരെ പോരാടാൻ സർവ്വ ആയുധങ്ങളും ധരിച്ച് നിൽക്കണം. ഈ ആയുധങ്ങൾ കുറഞ്ഞു പോയാൽ അടി നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന അടി ഇരുപ്പതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തന്നെ നമ്മൾ താഴെ പോകും. അപ്പോൾ വേണ്ട ആയുധങ്ങൾ എന്തൊക്കെയാണ്? ഈശോയിൽ ഈ ആയുധങ്ങളുണ്ടായിരുന്നു. പൗലോസ്ലീഹ ആ ആയുധങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് എഫേസ്യോസ് ലേഖനം 6-ാമത് അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറയുക. നിങ്ങളുടെ കയ്യിലെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് എടുക്കണം. എഫേസ്യോസ് ലേഖനം 6-ാമത് അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങളാണ്. ആത്മീയ സമരത്തെക്കുറിച്ചാണ്, ഒരു സ്പിരിച്വൽ വാറിനെ കുറിച്ചാണ് പൗലോസ്ലീഹ പറയുക. 10-ാമത്തെ വാക്യം ഇങ്ങനെയല്ലേ നമ്മൾ വായിച്ചിട്ടുള്ള വചനമാണ്: അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും. തിന്മയെ ചെറുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ട ശക്തി എന്താണ്? കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും. കർത്താവിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡുകൾ തന്നെ സീരീസ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് കർത്താവാണെന്നുള്ള നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ്. ഈശോയാണ് ഇവിടെ ഉള്ളതെന്ന് തിരിച്ചറിയുക. ആ ഈശോയിൽ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ശക്തിയുണ്ട്. വചനം മനസ്സിലായോ? കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. നോക്ക്, നമ്മൾ ചെയ്തു കൂട്ടിയ നന്മയുടെ ആ ഒരു ബാലൻസ് എടുത്തിട്ടല്ല നമുക്ക് കരുത്തുണ്ടാവുന്നത്. നമ്മൾ കൂടിയ ധ്യാനങ്ങളുടെ എണ്ണം നോക്കിയിട്ടല്ല നമുക്ക് കരുത്തുണ്ടാവുന്നത്. നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തെന്നറിയോ? നമ്മളെ നന്മ ചെയ്യാൻ പ്രചോദിപ്പിച്ച ശക്തി നൽകിയ ഈശോ, ധ്യാനത്തിൽ, വചന വായനയിൽ, കുമ്പസാരങ്ങളിൽ, കൂദാശകളിലൊക്കെ നമുക്ക് കിട്ടിയ ഈശോയുടെ ശക്തി, ആ ഈശോയുടെ ശക്തിയിലാണ് നമ്മൾ കരുത്തുള്ളവരാവേണ്ടത്. എൻ്റെ അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു, അപ്പച്ചൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ യുദ്ധം നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് പകരം വേറെ ഒരാൾ ഫൈറ്റ് ചെയ്യില്ല. അവർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, എന്നെ ഉപദേശിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ നേരെ വരുന്ന പ്രലോഭകനെ ആര് നേരിടണം? ഞാൻ തന്നെ നേരിടണം. ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കായാൽ നമ്മൾ പെട്ടെന്ന് വീണു പോകും. ഒറ്റയ്ക്കാവാതിരിക്കാൻ വേണ്ടി അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുക. നമുക്ക് വേണ്ട ആദ്യത്തെ ആയുധം എന്താണ്? ഈശോ. ഈശോ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആയുധം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതത്തിലെ പ്രലോഭനങ്ങൾ, സങ്കടങ്ങൾ, വെല്ലുവിളികളൊക്കെ വരുമ്പോൾ, പാപപ്രലോഭനങ്ങൾ മാത്രമല്ല കേട്ടോ, നിരാശ വരും. തിന്മയുടെ ഏറ്റവും വലിയ ആയുധമാണ്, നമുക്കെതിരെ അവൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ്. ഫാദർ ഗബ്രിയേൽ അമോർത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. തിരുസഭയുടെ ഏറ്റവും പവർഫുള്ളായ എക്സോസിസ്റ്റ്, ഭൂതോച്ചാടകന്മാരിൽ ഒരാളായിരുന്നു. വത്തിക്കാന്റെ ഔദ്യോഗിക എക്സോസിസ്റ്റുകളിൽ ഒരാളായിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: ഭൂതോച്ചാടനത്തിന് പോകുന്ന സമയത്ത് ഞാൻ ആദ്യം ശാസിക്കുന്നത് ഈ വ്യക്തിയിലുള്ള നിരാശയാണ്. മുമ്പിലുള്ള വ്യക്തി ചിലപ്പം മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഓവർ തിങ്കിങ് കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടുന്നതായിരിക്കും. ഇനി അതല്ല, ശരിക്കും ഡബിൾ പ്രോസസ് ചെയ്തേക്കായിരിക്കാം, പിശാച് ആവസിച്ചിരിക്കുന്ന ഒരാളായിരിക്കും. ഏതൊരു വ്യക്തിയും ഫാദർ ഗബ്രിയേൽ അമോർത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇയാളിലുള്ള നിരാശയെ ഞാൻ ശാസിക്കുന്നു എന്നാണ് പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയുടെ നമ്മൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്ന ആയുധങ്ങളൊന്നാണ് നിരാശ. വരും. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ ആഗ്രഹിച്ചു, നിങ്ങൾ സ്വപ്നം കണ്ടു, അധ്വാനിച്ചു, പക്ഷേ പ്രതീക്ഷ റിസൾട്ട് അല്ല വന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത് എന്താ? ദേഷ്യവും സങ്കടമൊന്നുമല്ല, ചിലപ്പോൾ നിരാശയായിരിക്കും ആദ്യം വരുന്നത്. ആ നിരാശ വളർന്ന് വളർന്ന് വലുതായി ഈ പിശാച് നമ്മളെ കൊണ്ട് നശിപ്പിച്ച് കളയും. നമുക്ക് വേണ്ട പവർ എന്താണെന്നറിയോ? ഞാൻ ഈ പരീക്ഷയെ തോറ്റുപോയാലും, ഞാൻ ഈ സ്വപ്നം നേടിയെടുക്കാൻ എനിക്ക് ഇച്ചിരി ഡിലേ വന്നാലും, എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടെന്നുള്ള ഒരൊറ്റ ചിന്തയുണ്ടെങ്കിൽ നിരാശ നിങ്ങളുടെ അടുത്ത് കയറത്തില്ല. നിരാശ നിങ്ങളെ തൊടുന്നില്ലെങ്കിൽ, നിരാശ നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങളുടെ വീട്ടിനകത്ത് കയറുന്നില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളെയും അതിജീവിച്ച് പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം വേണ്ട ആയുധം, ദ ഫസ്റ്റ് വെപ്പൺ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈശോ കർത്താവാണ്, ദൈവമാണ് നിങ്ങൾ ഏറ്റു പറയണം. അപ്പം തന്നെ നിങ്ങൾക്കൊരു വലിയ സർവ്വ സൈന്യത്തിൻ്റെ പവർ കിട്ടാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ആയുധം ഈശോയാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ, 11-ാമത്തെ വാക്യം: സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളാണ് ഈശോ മരുഭൂമിയിൽ വെച്ച് അനുഭവിച്ചതാണിത്. നമുക്കിത് എല്ലാ ദിവസവും മരുഭൂമി പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ വീട്ടിലിരുന്നാലും, നിങ്ങൾ പള്ളിയിലിരുന്നാലും, നിങ്ങളുടെ യാത്രക്കിടയിലും ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. അവനെ ചെറുത്ത് നിൽക്കണമെങ്കിൽ എന്ത് വേണം? പൗലോസ് എടുത്തു പറയാണ്, ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിക്കുക. 11-ാം വാക്യം: സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. എന്ന് വെച്ചാൽ ശരിക്കും പറയുന്നത് എന്താണെന്നറിയോ? തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈശോയ്ക്ക് ഇതിനെ ചേർത്ത് നിൽക്കാൻ ഉണ്ടായിരുന്ന ഒരു പവർ ഉണ്ടായിരുന്നല്ലോ, ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നല്ലോ, ഒരു ശക്തിയും ആയുധങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതേ ആയുധങ്ങൾ വേണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. അപ്പോൾ ഈശോ ഈ 3 പ്രലോഭനങ്ങളെ ചേർത്ത് നിന്നത് ഈശോയുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങൾ ഉള്ളതുകൊണ്ടാണ്.
അതേ ആയുധങ്ങൾ ധരിച്ചാലേ നമുക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ വരുന്ന തിന്മയെ, പ്രലോഭനത്തെ, നിരാശയെ, സങ്കടങ്ങളെ, പരാജയഭീതി, ആത്മഹത്യ ചിന്തകളെ എന്തിനേയും ചെറുത്ത് നിൽക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാധിക്കുള്ളൂ. ആയുധങ്ങൾ എന്തൊക്കെയാണ്? 12-ാം വാക്യം. ഈ യുദ്ധം എന്താണെന്ന് ആദ്യം പൗലോസിലെ പറയുന്നുണ്ട്. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. ഒരുമിച്ച് വായിക്കാം. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായാണ് പടവെട്ടുന്നത്. നമ്മുടെ യുദ്ധം മനുഷ്യർക്കെതിരെയല്ല, ലോകത്തിനെതിരെയല്ല. ഈ മനുഷ്യരിലോ ഈ ലോകത്തിലോ ഇവിടെ എല്ലാം ആത്മീയ മണ്ഡലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തിന്മയ്ക്കെതിരെയാണ്. വി ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഈവിൾ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എപ്പോഴും ഇത് മനസ്സിൽ ഓർത്തേക്കണം. നമ്മൾ വചനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഇതേ ഈശോയിലുള്ള വിശ്വാസം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ അപ്പുറത്തൊരു രാജ്യം കൂടെ നമുക്കെതിരെ യുദ്ധത്തിലുണ്ട്. അവരെപ്പോഴും യുദ്ധസന്നദ്ധരാണ്. അവർ ദൈവമക്കൾക്കെതിരെ യുദ്ധത്തിലാണ്. ചെറുത്ത് നിൽക്കണം. ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? ശത്രു എത്ര പവർഫുൾ ആണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. പേടിച്ചിരിക്കാനല്ല പറയണം, നമ്മൾ ഓർക്കണം. നമ്മൾ ചുമ്മാ ഇങ്ങനെ വളരെ കൂളായിട്ട് എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്യാവശ്യം നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, 2 ജമാല ചെല്ലുന്നുണ്ട്, ഇച്ചിരി ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. നോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോർമൽസി അല്ല രാജകീയ മക്കളുടെ ഭാഗം. ഈ നോർമലായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല, സാധാരണക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നുള്ളതല്ല ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരുടെ ഡ്യൂട്ടി. ദൈവരാജ്യത്തിൻ്റെ പൗരന്മാർ സകല ആയുധങ്ങളും ധരിച്ച് ഈ തിന്മയ്ക്കെതിരെ പോരാടാൻ സദാ സന്നദ്ധരായിരിക്കണം, അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് എവിടെയും പ്രലോഭനങ്ങൾ വരാം. വീണ് പോകാതിരിക്കണമെങ്കിൽ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. യുദ്ധത്തിന് എതിര് നിൽക്കുന്ന ശത്രു ആരാണെന്ന്, തിന്മയുടെ പവർ എത്ര വലുതാണെന്ന് നമ്മൾ നന്നായിട്ട് അറിയണം. അത് കേട്ട് മുമ്പേ പറഞ്ഞ പോലെ അത് കണ്ട് പേടിച്ചിരിക്കാനല്ല, നമ്മൾ ഒരാളിൽ ആശ്രയിക്കുന്നുണ്ട്, കർത്താവിൽ, അവിടുത്തെ ശക്തിയിൽ, അവിടുത്തെ പ്രാഭവത്തിൽ, അവിടുത്തെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഈ തിന്മയെ തോൽപ്പിച്ചോടിക്കാൻ നമുക്ക് സാധിക്കും. മരുഭൂമിയിൽ സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞ ഈശോയുടെ അതേ നാവായിട്ട് എനിക്കും നിങ്ങൾക്കും നമുക്കെതിരെ വരുന്ന തിന്മയോട് പറയാൻ പറ്റും, സാത്താനെ ദൂരെ പോവുക. നമ്മൾ പറഞ്ഞാൽ അവൻ മുട്ടുമടങ്ങും, അവൻ മാറി നിൽക്കും. പക്ഷെ നമുക്കിപ്പോൾ പലപ്പോഴും സാത്താൻ്റെ ഒരു കുഞ്ഞു പ്രലോഭനമൊക്കെ സിംഹത്തെ പോലെ ഒന്നും അലറണ്ട, ഒരു കൊതുകിനെ പോലെ വന്ന് മൂളിപ്പാട്ട് പാടുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ വീണ് പോകുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, നമ്മൾ ഈശോയിലുള്ള ആ ശക്തി അത്ര ആക്റ്റീവായിട്ടില്ല, ഈശോയിലുള്ള വിശ്വാസം അത്ര ശക്തിയിലില്ല. ഒപ്പം തന്നെ കർത്താവിൻ്റെ ആയുധങ്ങൾ നമ്മൾ ധരിച്ചിട്ടില്ല. ആയുധങ്ങൾ ധരിച്ചിട്ടില്ലെങ്കിൽ ആക്രമണങ്ങൾ, അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതേൽപ്പിക്കുന്ന മുറിവുകൾ വളരെ വലുതായിരിക്കും. ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കേണ്ടതുണ്ട്. 13-ാമത്തെ വാക്യം, അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. പൗലോസ് വീണ്ടും പറയുന്നു, തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. 2 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. തിന്മയ്ക്കെതിരെ ഈ യുദ്ധത്തിനിടെ ഇടയിൽ നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കണം, പിടിച്ചു നിൽക്കണം. ഇങ്ങോട്ട് വരുന്നതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം, നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യണം. ആയുധങ്ങൾ പ്രധാനമാണ്. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. 15-ാം വാക്യം, സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക. ഒക്കെ ഇതെല്ലാം നമുക്ക് ആവശ്യമായ ആയുധങ്ങളാണ്. വളരെ പ്രധാനമായിട്ട് ഇത് കർത്താവിൻ്റെ ശക്തിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ, കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ വേണ്ട ആയുധങ്ങളൊന്ന് വിശ്വാസമാണ്. വിശ്വാസമാകുന്ന പരിചയം എടുക്കണം. സി, ഇഫ് യുവർ ഫെയ്ത്ത് ഈസ് സ്ട്രോങ്, അപ്പുറത്തുനിന്ന് വരുന്ന അമ്പുകളെ ചെറുക്കാൻ നമുക്ക് പറ്റും. കയ്യിലൊരു പരിചയം ഉണ്ടാവണം. അപ്പുറത്തുനിന്ന് വാള് വരും, അപ്പുറത്തുനിന്ന് അമ്പുകൾ വരും. ഈ പരിചയ കയ്യിലുണ്ടെങ്കിൽ ഇതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും. ആ പരിചയയുടെ പേര് വിശ്വാസം എന്നാണ്. ഈശോയിലുള്ള വിശ്വാസം നിങ്ങൾക്ക് വളരും തോറും തിന്മയുടെ ശക്തി, അതിൻ്റെ പവർ, നമ്മുടെ മേലുള്ള അധികാരം കുറഞ്ഞ് നിർവീര്യമായി തീരും. നമ്മൾ പവർഫുള്ളായിട്ട് മാറും. വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധം മുമ്പോട്ട് എടുക്കേണ്ടതുണ്ട്. 17-ാം വാക്യം, രക്ഷയുടെ പടത്തുപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യണം. കയ്യിലൊരു പരിചയം മാത്രം പോരാ, അപ്പുറത്തുനിന്നുള്ള വെട്ട് തടുത്താൻ മാത്രം പോരാ, ഇവിടുന്ന് അങ്ങോട്ട് വെട്ടുകയും ചെയ്യണം. അങ്ങോട്ട് പിശാചിനെ വെട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ദൈവവചനമാകുന്ന വാൾ വേണം. ഈശോ എങ്ങനെയാ തിന്മയെ ചെറുത്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ഈ മത്തായി 4-ലും ലൂക്കാ 4-ലും അവൻ ഈശോ തിരിച്ചു പറഞ്ഞ എന്താണ്? സാത്താനെ ചുമ്മാ പോ എന്നൊന്നുമല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, വചനം എടുത്ത് പറഞ്ഞുകൊണ്ടാണ്. ഓരോ പ്രലോഭനങ്ങളും, വിശപ്പിനെതിരെ, അധികാരങ്ങൾക്കെതിരെ ഒക്കെ പ്രലോഭനങ്ങൾ വരുന്ന സമയത്തും ഈശോ തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇതാ ഇങ്ങനെയും കൂടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വചനം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ആ തിന്മയെ അങ്ങോട്ട് ആക്രമിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ട വലിയൊരു ആയുധമാണെന്ന് ഓർത്തേക്കണം കേട്ടോ. നമ്മൾ വായിച്ച ഓരോ വചനങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ വാളാണ്. അതെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് തിന്മ നമ്മുടെ മുമ്പിൽ നിന്ന് മാറുക. നിങ്ങൾ ബൈബിൾ മേടിച്ചു, അത് വീട്ടിലെ ഷോക്കേസിൽ വെച്ചാൽ, ഷെൽഫിൽ വെച്ചാൽ, വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് മാത്രം എടുത്തൊന്ന് തുറന്നു നോക്കി അടച്ചു വെച്ചാൽ
അത് ആയുധം വെറുതെ തുരുമ്പിച്ചു പോകും. എടുത്ത് ഉപയോഗിക്കണം, വചനം പറയണം, നിങ്ങൾ സംസാരിക്കണം അതിനെക്കുറിച്ച്. നിയമാവർത്തനം 6:4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? നിങ്ങൾ ഈ നിയമത്തെക്കുറിച്ച് നിങ്ങളുടെ വീടുകളിൽ സംസാരിക്കണം. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ നാവിലുണ്ടായിരിക്കണം. നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കണം. ഈ വചനം ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്കെതിരെ വരുന്ന തിന്മയെ വിശ്വാസം കൊണ്ട് ചെറുക്കുക മാത്രമല്ല, ആ തിന്മയെ ഓടിക്കാൻ നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരു നിരാശ വരുന്നു, പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു വചനം പറഞ്ഞ്, ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ നിരാശയെ ഞാൻ ശാസിക്കുന്നു എന്ന് പറയണം. ഭയം വരുമ്പോഴത്തേനും പറഞ്ഞ് പ്രാർത്ഥിക്കണം. 56 സങ്കീർത്തനമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതല്ലേ? ഭയം ഉണ്ടാകുമ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കും. 56 സങ്കീർത്തനത്തിന്റെ അഭിഷേകത്തിൽ, ശക്തിയിൽ ഞാൻ ഈ ഭയമെന്ന തിന്മയെ ശാസിക്കുന്നു. ഈ വാളെടുത്ത് വീശണം, അവൻ വെട്ടേറ്റ് വീഴും. നിങ്ങളെ മുമ്പോട്ട് നീങ്ങാൻ വേണ്ടി പറ്റും. പുതിയ ശത്രുക്കൾ വരും, വാൾ വീണ്ടും എടുക്കണം. ആയിരക്കണക്കിന് വചനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം തിന്മയെ ചെറുക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട സോറികളെ, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പൗലോസിലെ പറയുന്നുണ്ട്. 18-ാമത്തെ വാക്യം, അടുത്ത പാരഗ്രാഫിലാണ് ഇത് കിടക്കുന്നതെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ചിന്തിക്കണം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കണം. പ്രയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കണം. നോക്ക്, ഈശോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ കയ്യിൽ ഈ വചനം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈശോ 40 ദിവസം എന്ത് ചെയ്യായിരുന്നു? ജോർദാനിൽ കിട്ടിയ ആത്മാവിന്റെ ശക്തിയിൽ, ആത്മാവിനാൽ നയിക്കപ്പെട്ട് അവൻ പ്രാർത്ഥനയിലായിരുന്നു 40 ദിവസവും. ഈ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ തിന്മയെ ചെറുക്കാൻ വേണ്ടി പറ്റൂ. ഈശോ പിന്നീട് സുവിശേഷത്തിൽ പറയുന്നില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ചിലത് പുറത്തു പോകത്തില്ല. തിന്മയെ നിങ്ങൾക്ക് ചെറുക്കാൻ വിശ്വാസം മാത്രം പോരാ, ദൈവവചനം മാത്രം പോരാ, നിങ്ങൾക്ക് വിശുദ്ധി മാത്രം പോരാ, സമാധാനവും രക്ഷയുമാകുന്ന ആയുധങ്ങൾ മാത്രം ധരിച്ചാൽ പോരാ, നിരന്തരം പ്രാർത്ഥനയിലും ആയിരിക്കണം. ഈശോ എങ്ങനെ പ്രാർത്ഥിച്ചു? 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് വന്ന തിന്മയെ ഒരു ചാൻസ് പോലും കൊടുക്കാതെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഈശോയ്ക്ക് സാധിച്ചത്. നമുക്ക് മുമ്പിലുള്ള യുദ്ധം വലുതാണ്. ആ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ആയുധങ്ങളെല്ലാം ധരിക്കണം. നിങ്ങൾ സമയമെടുത്ത് ഈ അധ്യായത്തിലെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് ധ്യാനിക്കണം കേട്ടോ. എന്നിങ്ങനെ പേഴ്സണലി ചിന്തിക്കണം, ഈശോയെ ഇതിൽ ഏത് ആയുധമാണ് എൻ്റെ കയ്യിലുള്ളത്? ഇതിലേതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത്? ഉള്ളതിന് നിങ്ങൾ മൂർച്ച കൂട്ടണം, ഇല്ലാത്തത് പരിശുദ്ധാത്മാവോട് ചോദിച്ച് മേടിക്കണം. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് നിന്നാലേ നമുക്ക് പറ്റുള്ളൂ. എനിക്ക് 5 ആയുധങ്ങളുണ്ട്, പോരാ. 7 എണ്ണം ആണെങ്കിൽ 7 വേണം. 5 എണ്ണം ആണെങ്കിൽ 5ന്റെ ഗുണമേ ഉള്ളൂ. 7 ആണെങ്കിലേ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. ഫുൾ യുദ്ധത്തിന് ഇറങ്ങണമെങ്കിൽ ഫുള്ളായിട്ട് കവചങ്ങൾ ധരിച്ചിരിക്കണം. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയിച്ച ഈശോ നമ്മളെ സഹായിക്കും. അവൻ്റെ ആയുധങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തും. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടാവുന്നത് മരുഭൂമിയിൽ വെച്ചാണല്ലേ. ഓരോ പ്രലോഭനത്തെയും ഈശോ ഇങ്ങനെ ചെറുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. മരുഭൂമിയിലെ പ്രലോഭനം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞില്ലെന്നോ, ജോർദാനിലേക്ക് ആളുകൾ ഓടി വന്നതിൻ്റെ ഒറ്റ കാര്യം, യഹൂദർക്കൊരു പ്രതീക്ഷയുടെ അടയാളമായിരുന്നു ജോർദാൻ. ജോഷുവയുടെ നേതൃത്വത്തിൽ അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറുന്നത് ജോർദാൻ കടന്നിട്ടാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ തിന്മയെ ചെറുക്കാൻ വേണ്ടി ഈശോ നിൽക്കുന്ന സ്ഥലം മരുഭൂമിയാണ്. ദൈവജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ, നമ്മളെ യഥാർത്ഥ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ഈശോ മരുഭൂമിയിൽ വെച്ചാണ് ഈ പരീക്ഷകളൊക്കെ ഏറ്റെടുക്കുന്നത്. അതിനെ അതിജീവിക്കാൻ വേണ്ടി അവിടെ ആയിരിക്കുന്നത് മരുഭൂമിയിൽ വെച്ചാണ്. ദൈവജനത്തിനുണ്ടായ പരീക്ഷണങ്ങൾ അല്ലേ? പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു 3 പ്രലോഭനത്തെ ഒന്ന് അറിഞ്ഞാൽ, ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടായി, പക്ഷെ 3 അവർ പ്രധാനമായിട്ട് വീണു പോയതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയോട് നടന്നു പോകുന്ന സമയത്ത് ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടായി. 3 വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ വീണുപോയ 3 പ്രലോഭനങ്ങൾ. ഒന്നാമത്തെ ഒരു പ്രലോഭനം പുറപ്പാട് പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 16 വേഴ്സ് 3. ദൈവജനം ഈ യാത്രക്കിടയിൽ വെച്ച് അവർക്ക് വിശക്കുന്നു ഒക്കെ ഉണ്ട്. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിക്കിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ആദ്യത്തെ പ്രലോഭനം വയറിൻ്റെതായിരുന്നു, വിശപ്പിൻ്റെതായിരുന്നു. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും പ്രലോഭനമല്ല, ആഗ്രഹം ഉണ്ടല്ലോ. വിശന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന് ഈ പ്രലോഭനം വരണമെന്നൊന്നുമില്ല, പിശാച് കൊണ്ട് തരണമെന്നൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിശന്നു പോകും. പക്ഷേ ആ വിശപ്പ് പോലും ഒരു പ്രലോഭനമായിട്ട്, എന്ത് പ്രലോഭനം? ദൈവത്തിനെതിരെ ചിന്തിക്കാൻ, ദൈവത്തിനെതിരെ പറയാനുള്ളൊരു പ്രലോഭനമായിട്ട് മാറി. ഈജിപ്തുകാരുടെ അടുത്തുനിന്ന് ഫ്രീ ആയിട്ട് അവരിങ്ങ് പോരാണ്. ദൈവം അവരെ നയിക്കുകയാണ്. അവർക്ക് മന്നയും കാടപ്പക്ഷിയൊക്കെ കൊടുക്കുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണും. പക്ഷേ ഈ മരുഭൂമിയിൽ അടഞ്ഞു നടന്നിട്ടും ഇവർക്ക് ഒരു കുറവും ഉണ്ടായില്ല. കർത്താവ് അവരെ ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇപ്പോഴും ആഗ്രഹം എന്താണ്? വിശപ്പാണ്. എന്തിനെ കുറിച്ചുള്ള വിശപ്പാ? ഈ അടിമത്തത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. കുറേ നാൾ അടിമകളായി കടന്നപ്പോഴത്തേനും
കുറേ നാൾ പിശാചിന്റെ കൂട്ട് പിടിച്ച് കിടക്കുമ്പോഴത്തേനും ആ പാപജീവിതമായിരുന്നു നല്ലത് എന്നൊക്കെ ചിന്തിച്ച്, ആ സുഖങ്ങളായിരുന്നു നല്ലതെന്നൊക്കെ ചിന്തിക്കുന്ന പഴയ ഇറച്ചിപ്പാത്രങ്ങൾ തേടിപ്പോകുന്ന ഒരു പ്രലോഭനം നമുക്കുണ്ട്. പ്രലോഭനങ്ങൾ വന്നേക്കാം, അതിലേക്ക് പോകാനൊരു ആഹ്വാനം നമുക്ക് കിട്ടിയേക്കാം. പക്ഷെ ഇതേ നോക്ക്, ഇവരങ്ങനെ പോകാൻ ആഗ്രഹിക്കുക മാത്രമല്ല, ദൈവത്തെ തള്ളിപ്പറയും കൂടെ ചെയ്യാം. രക്ഷിക്കാൻ വേണ്ടി കരം നീട്ടിയ കർത്താവിനെ കുറിച്ച് അവർ പറയാണ്, അവന്റെ കരത്താൽ ഞങ്ങൾ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ കുറേയും കൂടെ നന്നായിരുന്നു. അവർക്ക് ആദ്യം ഉണ്ടായൊരു പ്രലോഭനം എന്താണ്? വിശപ്പ്. ആ വിശപ്പിനെ ദൈവത്തിനെതിരെ സംസാരിക്കാൻ ഒരു അവസരമാക്കി പിശാച് ഒരുക്കുകയാണ്. അവർ വീണുപോയി, അവരാദ്യത്തെ പ്രലോഭനത്തിൽ തോറ്റുപോയി. ഇപ്പുറത്തേക്ക് നമ്മൾ വരണം. മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യം, പിശാച് ഈശോയ്ക്ക് കൊടുക്കുന്ന ആദ്യത്തെ പ്രലോഭനം എന്താണ്? കല്ല് അപ്പമാക്കുക. വിശപ്പ് ഒരു പ്രലോഭനമൊന്നുമല്ല. വിശപ്പ് വരും. ഈശോ 40 ദിവസം ഉപവസിച്ച് നിൽക്കുകയാണ്. വിശപ്പ് വരും. പക്ഷേ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ആയുധമായി ഉപയോഗിക്കാൻ പിശാച് ശ്രമിക്കുമ്പോഴാണ് ഈശോ ആ പ്രലോഭനത്തെ അതിജീവിച്ച് അതിനെ വിജയിച്ച് കയറുന്നത്. എവിടെ തൻ്റെ ജനം തോറ്റോ അവിടെ അതേ പ്രലോഭനത്തെ ഈശോ വിജയിച്ച് അവർക്ക് വേണ്ടി വിജയം നേടുകയാണ്. പഴയ നിയമത്തിലെ ആ ജനം തോറ്റെടുത്ത് ഈശോ ജയിച്ചു കയറി. പുതിയ നിയമത്തിലെ ഈ ജനമായ ഞാനും നിങ്ങളും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ജഡത്തിൻ്റെ മേഖലയിൽ, വിശപ്പല്ല, ജഡത്തിൻ്റെ മേഖലയിൽ പ്രലോഭനങ്ങളുണ്ടായി വീണു പോകുന്ന സാഹചര്യങ്ങളിൽ, ദൈവത്തിനെതിരായി നമ്മളെ തിരിഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ ഇതാ നമുക്ക് വേണ്ടി അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നൊക്കെ കാണിച്ചു തന്നുകൊണ്ട് ഈശോ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നമുക്ക് മുമ്പേ വിജയിച്ചു നിന്നവൻ ഈ ശരീരത്തിൻ്റെ മേലുള്ള പ്രലോഭനങ്ങളെയൊക്കെ വിജയിച്ച് നിൽക്കുകയാണ്. ഈശോയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ഈശോയെ നിങ്ങൾ കൂട്ടുനിന്നാൽ, ഈശോയിലുള്ള ആ ശക്തി നമ്മിലേക്കും എന്നിലേക്കും നിങ്ങളിലേക്കൊക്കെ പകരപ്പെടും. ഈ ജഡത്തിൻ്റെ മേലുള്ള സകല പ്രലോഭനത്തെയും അതിജീവിക്കാൻ, അതിൻ്റെ മേൽ വിജയിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ ഒരു പ്രലോഭനത്തിൽ ഇവർ വീണു പോകുന്നത് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 17-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. പുറപ്പാട് 17:7 വചനം ഇങ്ങനെയാണ്: ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്ന് പേരിട്ടു. അവർ ചോദിക്കുന്ന ചോദ്യം എന്തൊരു ക്രൂരമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മുമ്പേ നമ്മൾ കണ്ടു, ഇവർക്ക് മന്നായും കാടപ്പക്ഷിയൊക്കെ കിട്ടുന്നുണ്ട്, പാറയിൽ നിന്ന് ജലം കിട്ടുന്നുണ്ട്. എന്നിട്ടും അവരിങ്ങനെ ചോദിക്കുകയാണ്, എന്താ? കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ കർത്താവിനെ പരീക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്കൊക്കെ വരുന്ന ഒരു സാധനമല്ലേ? എത്രമാത്രം അനുഗ്രഹം കിട്ടിയ ജീവിതമാണ് എൻ്റെ നിങ്ങളുടെ. നമ്മുടെ കുഞ്ഞു കാലി ഭൂമി തൊട്ട സമയം മുതൽ എണ്ണി തീർക്കാൻ പറ്റാത്തത്ര അനുഗ്രഹങ്ങൾ ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ വേദനകളും വെല്ലുവിളികളും ഒന്നും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. പക്ഷെ ഒരു വേദന വന്നപ്പോൾ ആയിരക്കണക്കിന് നന്മകൾ തന്ന കർത്താവ് ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പോയ സമയങ്ങളില്ലേ? സങ്കടത്തിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷെ ഓർക്ക് എന്തൊരു വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. മന്ന തന്ന, കാടപ്പക്ഷി തന്ന, പാറയിൽ നിന്ന് ജലം തന്ന കർത്താവിനെ ഇപ്പതേ എന്തോ ഒന്ന് കിട്ടാതെ വന്നപ്പോഴത്തേനും നീ ഇവിടെ ശരിക്കും ഉണ്ടോ ദൈവമേ എന്നൊക്കെ ചോദിച്ചു പോകുന്നത് എന്തൊരു വലിയ തെറ്റാണെന്ന് ഓർത്ത് നോക്ക്. ഇങ്ങനെ ഒരു പ്രലോഭനം അന്ന് അവർക്ക് വന്നപ്പോൾ അവർ തോറ്റുപോയി. കർത്താവ് ഇവിടെ ഉണ്ടോ എന്ന് അവർ സംശയിച്ചു. കർത്താവിൻ്റെ ശക്തിയെ പരീക്ഷിച്ചു. കർത്താവിനെ പരീക്ഷിക്കാം. ഇവിടെ ഇതാ മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ഈശോ ഇങ്ങനെ ആ പ്രലോഭനത്തെയും കൂടെ അതിജീവിക്കുകയാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഈശോ അതിനെ അതിജീവിക്കുകയാണ്. നിന്റെ കാലൊക്കെ സൂപ്പറായിട്ട് മാലാഖമാരെ നോക്കിക്കോളൂ എന്നൊക്കെ ഈശോയോട് പറയുന്നുണ്ട്. വചനമൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് പിശാച് പറയണത്. പക്ഷെ ഈശോ തിരിച്ചു പറയാണ്, ദൈവത്തെ പരീക്ഷിക്കരുത്. കാരണം ദൈവം ഉണ്ടോ എന്ന് പരീക്ഷിച്ച അങ്ങനത്തെ സംസാരങ്ങളുണ്ടായ തോറ്റുപോയ ജനത്തിന് വേണ്ടി ഈശോ ഇവിടെ ജയിച്ചു കയറുകയാണ്. ഇന്ന് ഞാനും നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു നിരാശയിൽ, പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, എവിടെയെങ്കിലുമൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ട് ഈശോയ്ക്ക് ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പോയെങ്കിൽ, തോറ്റുപോയെങ്കിൽ, നമുക്ക് വേണ്ടി വിജയിച്ചവൻ കൂടെ ഉണ്ട്. ഇനി അങ്ങനെ ഒരു പ്രലോഭനം വരുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ അവൻ്റെ ആയുധം, ഈ ഈശോയുടെ ആയുധം നമ്മൾ ധരിക്കണം. മൂന്നാമത്തെ പ്രലോഭനം 32-ാമത്തെ അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ സമയം പോലെ മുഴുവനായിട്ട് വായിച്ചാൽ മതി. 32-ന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. എൻ്റെ ടൈറ്റിൽ എന്താണ്? സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി എന്ന് വെച്ചാൽ വിഗ്രഹാരാധന നടത്തുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മറ്റെന്തിനോ കൊടുക്കുന്നു. നമുക്കറിയാം ഇത് നമ്മുടെ ഇടയിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രലോഭനമാണ്. ഈശോയിലുള്ള വിശ്വാസം നമുക്കുണ്ട്. ഒപ്പം തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ പോയി കുമ്പിടാനൊക്കെ പോകും. ആരാധനയെക്കുറിച്ച് സാത്താൻ സംസാരിക്കുമ്പോൾ സാത്താനെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വിട്ടോളാൻ പറയുന്നു, സാത്താനെ ദൂരെ പോകാൻ പറയുന്നു. കാരണം ആരാധനയുമായി ബന്ധപ്പെട്ട് ഈശോയ്ക്ക് അവനോട് ഒരു അഭിപ്രായം പറയാനില്ല, ഒരു ചർച്ചയ്ക്കും താല്പര്യമില്ല. ഗെറ്റ് ഔട്ട് സൈറ്റൻ. സാത്താനെ ഇറക്കി വിടുകയാണ്. ഈശോയുള്ള വിശ്വാസം വളരും തോറും നിങ്ങളുടെ ആയുധ ശേഖരം കൂടും. ആയുധ ശേഖരം കൂടുന്തോറും ശത്രുവിനെതിരെ, ആ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള നിങ്ങളുടെ ആത്മീയ ശക്തി കൂടും. നമ്മളൊരു ആത്മീയ സമരത്തിലാണ്. ഈശോയുടെ സകല ആയുധങ്ങളും ധരിക്കുക.
യുദ്ധം ചെയ്യുക. യു ആർ ഓൺ എ ബാറ്റിൽ ഫീൽഡ് ആൻഡ് യു ആർ നോട്ട് എലോൺ. ഒറ്റയ്ക്കല്ല, വിജയിച്ചൊരു രാജാവ് മുമ്പേ നീങ്ങുന്നുണ്ട്. ആ രാജാവിൻ്റെ പേര് ഈശോ എന്നാണ്. ആ ഈശോ നമ്മുടെ കർത്താവാണ്. ബിലീവ് ഹിം ആൻഡ് യു വിൽ ഫൈറ്റ് ദ ബാറ്റിൽ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഈ യുദ്ധത്തിൽ വിജയം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.